ഹായ്, വെൽക്കം ടു മൈ ഹോം. എൻ്റെ പേര് ഗൂഗിൾ. ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ്. സോ ദിസ് ഈസ് മൈ ഹോം. ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് വരുമ്പോൾ ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗസ്റ്റ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി ഒരു പഴയ വീടാണ്. ഞങ്ങൾ അത് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട്സ് വഴി ശ്യാം എന്നൊരു ആർക്കിടെക്ചറിനെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ ആളുടെ അടുത്ത് നമ്മുടെ ഐഡിയാസ് പറഞ്ഞു. അപ്പോൾ ആളുടെ രീതിയിൽ ഡിസൈൻ ചെയ്ത് വരികയാണ്. നമ്മൾ ഗസ്റ്റ് റൂമിൽ ചേർന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു ചെറിയ ഡൈനിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൺസെപ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നിപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ലിവിങ് സ്പേസ് ആണ്. നമ്മൾ യൂഷ്വലി ഞാനും അനിയനായാലും എല്ലാവരും സിനിമ നന്നായി കാണാനാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഏറ്റവും അടിപൊളിയാവണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ഓൾഡ് ഹോമിൽ ഇത് ഒരു റൂമായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഒരു ലിവിങ് സ്പേസ് ആക്കി ക്രിയേറ്റ് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ആകെ ഒരു റൂം മാത്രമാണ് ചെയ്തത്. അതാണ് മാസ്റ്റർ ബെഡ്റൂം. നമ്മൾ ഇതിൻ്റെ ഫ്ലോറിങ്സ് ഫുൾ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾസ് ആണ്. അത് മെർമർ ഇറ്റാലിയൻ്റെ മാർബിൾസ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതിൻ്റെ കളറും കോമ്പിനേഷനും അതൊക്കെ നമ്മൾ വിചാരിച്ച ആ രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റി. പിന്നെ അതുപോലെ അവരെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈസസും നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിനാണ് അവർ തന്നത്. പിന്നെ അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ഹാൻഡിൽ രീതിയിലായാലും അവർ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവ് തന്നെയാണ് അവരെ പറ്റി പറയാനുള്ളത്. നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ നെക്സ്റ്റ് സ്പേസ് ആയിട്ട് തന്നെ നമ്മുടെ കിച്ചൺ വരുന്നുണ്ട്. കിച്ചൻ്റെ ഡിസൈനിങ് ഒരു ഓവറോൾ സ്ട്രക്ചർ അമ്മയാണ് ചെയ്തത്. അമ്മയുടെയിലാണ് അതിൻ്റെ ഡിസൈനിങ് ഫുള്ള്. പിന്നെ നമ്മൾ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ റൂമാണ് മൈ ബെഡ്റൂം. ഇതിൻ്റെ ഫ്ലോറിങ്സും ഫുള്ള് നമ്മൾ ഇറ്റാലിയൻ മാർബിൾസ് ആണ് ചെയ്തത്. അതിൻ്റെ എലഗൻസും പിന്നെ ആ കൂളിംഗ് എഫക്റ്റും ആണ്, പിന്നെ അതിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെയാണ് നമ്മളെ ഇറ്റാലിയൻ മാർബിൾസിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ 3 റൂംസാണ് ഉള്ളത്. ഒന്ന് എൻ്റെ റൂം നിങ്ങൾ കണ്ടു, അതുപോലെ ഇത് എൻ്റെ അനിയൻ്റെ റൂമാണ്. അതാണ് 2 മുറി. പിന്നെ ദിസ് ഈസ് ലൈക്ക് എ ഗസ്റ്റ് റൂം. നമ്മുടെ ഇപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ളൊരു ചെറിയൊരു സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. സോ ദിസ് ഈസ് ദ ഗസ്റ്റ് റൂം. അത് കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ 2 റൂമിനേക്കാളും കുറച്ച് സ്മോളാണ്. ബട്ട് സ്റ്റിൽ ആവശ്യം പോലെ സ്പേസസ് ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾക്ക് ചെറിയൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബാൽക്കണി. ഈവനിങ് ടൈംസിലും നൈറ്റ് ടൈംസിലും നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ ചായയും കുടിച്ച് ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ ഹോം. താങ്ക് യു.